അതിൻ്റെ പ്രമാണപരവും അതിൻ്റെ പരമ്പരാപരവുമായ ചർച്ചയിലേക്കല്ല കടക്കുന്നത്. അതിൻ്റെ യുക്തിപരവും ബുദ്ധിപരവും പ്രമാണപരവുമായ മറ്റൊരു തലത്തിലേക്കാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അവിടെ എടുത്തു കൊടുക്കാൻ ഒന്നേ ഉള്ളൂ. അതാ നിൽക്കുന്നു സിദ്ദീഖുൽ അക്ബർ. അവിടുന്ന് വെളിച്ചമാണ്, നക്ഷത്രമാണ്, മാർഗദർശനമാണ്, ഇസ്ലാമിന്റെ വഴിയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കുക. അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ഒരു വ്യവസ്ഥിതി പ്രവാചകരുടെ നിയോഗത്തോടുകൂടി അസ്തമിച്ചു എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം എവിടെയോ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാ നിൽക്കുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, അവിടത്തെയുടെ കയ്യിലുണ്ട്. അതാ നിൽക്കുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അവിടത്തെയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് പോവുക, ഇസ്ലാമിനെ പുൽകുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ ഇസ്ലാമിനെ അറിയാനുള്ള ഒരു മാധ്യമമേ ഉള്ളൂ, ഒരു മാനദണ്ഡമേ ഉള്ളൂ, ഒരു മീഡിയയേ ഉള്ളൂ. അത് സ്വഹാബത്തിനെ അനുധാവനം ചെയ്യുക മാത്രമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് തന്നില്ലയോ? തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നിങ്ങളിലേക്ക് ഇതാ രണ്ടു കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഒന്നെന്താണ്? അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. രണ്ടേതാണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും പ്രവൃത്തികളും സമ്മതങ്ങളുടെയും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയിട്ട് പോകുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുർആനിനെ എവിടെയാണ് വെച്ചത്? രണ്ട് ചട്ടയുടെ ഉള്ളിലല്ല. അവിടുന്ന് സ്വഹാബത്താകുന്ന ലോകത്തിന്റെ മാതൃകകളുടെ ഹൃദയമാകുന്ന ചട്ടക്കൂടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഹദീസ് തന്നിട്ട് പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് സഹീഹുൽ ബുഖാരി നൽകുന്നു എന്നല്ല, മറിച്ച് പരിശുദ്ധമായ ഹദീസ് ഒരു വിജ്ഞാന ശാഖയായി പോലും മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വചനങ്ങൾ കേട്ടവരുടെ കാതിലൂടെ സ്വഹാബികളുടെ ഖൽബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായവരുടെ കണ്ണിലൂടെ കടന്നു വന്ന ഖൽബിൽ അവരുടെ ഉള്ളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ കേട്ടവർ പ്രവർത്തനങ്ങളുടെ സാക്ഷിത്വങ്ങൾ ഇതെല്ലാം സ്വഹാബികളുടെ ഹൃദയങ്ങളിലായി സ്കാറ്റേർഡായി അവിടുന്ന് ചിന്ന ഭിന്നമാക്കുകളുടെയും പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും സമാഹാരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അകത്തളത്തിലുണ്ട്, പ്രവൃത്തിയിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. കുറെ സമ്മതങ്ങളുടെയും മൗനാനുവാദങ്ങളുടെയും അംഗീകാരത്തിന്റെയും സമാഹാരങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിലുണ്ട്, പ്രവൃത്തികളിൽ പ്രതിധ്വാനങ്ങളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തി പദങ്ങളിൽ പ്രകമ്പനം കൊള്ളുന്നതിന് മുഴുവനും പ്രവാചക പാഠശാലയിൽ നിന്ന് പകർത്തിയെടുത്തിയ പാഠഭാഗങ്ങളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്മൃതിപദത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അധരങ്ങളിൽ നിന്ന് വഴിയുന്നതും പ്രവൃത്തികളിൽ നിന്ന് പ്രകാശനം കൊള്ളുന്നതുമെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും സാക്ഷിയായതും മാത്രമാണ്. ഇതുപോലെ സ്വഹാബാ കിറാം റിദ്വാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ അവരിലായി വിതരണം ചെയ്ത് കിടക്കപ്പെടുന്ന ഹദീസും മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളാകുന്ന ലോകവിജ്ഞാന ശാഖകളുടെ ലോകവിജ്ഞാന കോശങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് വെച്ചിട്ട് പോയ ഹദീസുമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാർഗരേഖകൾ നൽകിയോ? ഇല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി പ്രമാണം ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ അതിൻ്റെ അവലംബങ്ങളും അതിൻ്റെ മേശപ്പുറങ്ങളും അതിൻ്റെ പ്രമാണങ്ങളും അതിൻ്റെ നിദാനങ്ങളുമെല്ലാം സ്വഹാബത്താണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ 17 തവണ നിർബന്ധമായും ദിവസേന ഒരു വിശ്വാസി പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായത്തിലെ ആധികാരികമായ വചനത്തിന്റെ വരിഷ്ഠമായ പ്രഖ്യാപനം എല്ലാവരും ഒരുപോലെ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ ശരിയായ മാർഗത്തിലൂടെ വഴി നടത്തേണമേ.
അവിടുന്ന് നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന അപകട സൂചനമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദുകാരനും ഓതുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നെഞ്ചത്തായാലും തലയിലായാലും കഴുത്തിലായാലും പള്ളക്കായാലും കെട്ടിയില്ലെങ്കിലും കയ്യില്ലെങ്കിലും പ്രശ്നമില്ല എന്ന അഡ്ജസ്റ്റ്മെന്റ് മതവുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനും പറയുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വേഷഭൂഷാദികളുടെ ജാടകൾക്കുള്ളിൽ നിന്ന് മതാചാരങ്ങളുടെ വിപണനം നടത്തുവാനോ വ്യഭിചാരം നടത്തുവാനോ മടിയില്ലാത്ത പരിഷ്കൃത വിഭാഗമെന്നോ പ്രാചീന വിഭാഗമെന്നോ പറയപ്പെടാവുന്ന തബ്ലീഗ് ജമാഅത്തുകാരനും പറയുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ ഞങ്ങളെ ശരിയായ വഴിയിലൂടെ മുന്നേറ്റ് നടത്തണം, അല്ലാഹുവേ ഞങ്ങൾക്ക് മാർഗരേഖകൾ നൽകണം എന്നാണ് അവിടുന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യുന്നത്. എന്താണ്? അല്ലാഹുവേ ഞങ്ങളെ വഴി നടത്തേണമേ സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിലൂടെ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 സൂക്തങ്ങളുള്ള 17 തവണ പാരായണം ചെയ്യേണ്ട പ്രൗഢഗംഭീരമായ ആശയങ്ങളെ അക്ഷരങ്ങളുടെ ഉള്ളിൽ ഒതുക്കാൻ വളരെയേറെ സമർത്ഥമായി ക്രമീകരിച്ച പരിശുദ്ധമായ ഫാത്തിഹയിലെ വഴി ഏതാണെന്ന് വിശദീകരിക്കുവാൻ ആയത്തുകൾ തന്നെ എണ്ണുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ ശരിയായ വഴിയിൽ നടത്തേണമെന്ന് പറഞ്ഞിട്ട് ആ വഴിയെ ഡിഫൈൻ ചെയ്യുന്നു, ആ വഴിയെ വിശദീകരിക്കുന്നു. ഏതാണ് ആ വഴി? വഴി ഏതാണെന്നല്ല പിന്നീട് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് വഴി ആരുടേതാണ് എന്നാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ ശരിയായ വഴിയിൽ നടത്തേണമേ. ആ വഴി ഏതാണ്? കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള വഴിയാണെന്നല്ല, മറിച്ച് എന്താണ്? ആ വഴിയിലൂടെ സഞ്ചരിച്ചവരാരാണ് എന്നതാണ് വിശദീകരണത്തിന്റെ തുടർച്ചയായി വരുന്നത്. സിറാത്തുല്ലദീന, ഒരുത്തരുടെ വഴിയാണ്. ആരുടെ വഴിയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. സിറാത്തുല്ലദീന, ഒരു കൂട്ടരുടെ വഴിയിലേക്കാണ് ഞങ്ങൾ നടത്തേണ്ടത്. അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവരുടെ വഴിയാണ്. നിന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ വഴിയാണ്. നിന്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഔദാര്യങ്ങളും വഴിഞ്ഞു വരികയും അതെല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തവരുടെ വഴിയാണ്. ആ വഴി ഏതാണെന്ന വിശദീകരണം ഖുർആൻ മറ്റൊരിടത്ത് പറയട്ടെ. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി ഏതാണ്? വഫാത്തായി പോയവരുടെ ഓർത്തുകൂടാ എന്നാണോ, അവരെ വിളിച്ചുകൂടാ എന്നോ ഉള്ള വഴിയാണോ? അല്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതണമെന്ന വഴിയാണോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അല്ല. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ അവിടുന്ന് നിസ്കരിച്ചതുപോലെ അവിടുന്ന് വെള്ളിയാഴ്ച ദിവസത്തെ ളുഹർ നിസ്കാരത്തിന്റെ സമയത്ത് അറബി ഭാഷയിൽ മാത്രമായി 2 ഖുതുബകൾ നിർവഹിച്ച് സാധാരണയുള്ള 4 റക്അത്തിന് പകരം 2 റക്അത്ത് ജുമുഅ നിസ്കാരം നിർവഹിക്കണമെന്ന വ്യവസ്ഥിതി പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. ആ വഴി അങ്ങനെ തന്നെയാണെന്ന് ലോകത്തിന്റെ എല്ലാ ദിക്കിലും, മലയാളികളിലുള്ള മലബാറിലും, തമിഴന്മാരുള്ള തമിഴ്നാട്ടിലും, കർണാടകം പറയുന്ന കർണാടകയിലും, അങ്ങ് ഫ്രഞ്ച് സംസാരിക്കുന്ന ഫ്രാൻസിലും, തുർക്കി സംസാരിക്കുന്ന നാട്ടിലും എല്ലായിടത്തും പോയി അതുപോലെ തന്നെ നിസ്കരിച്ച് ഖുതുബ ഓതിയ അവരുടെ മാതൃകയിൽ നിന്ന് നാം പഠിച്ചെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി അറബി ഭാഷയിൽ മാത്രം ഖുതുബയോതി, അറബി ഭാഷയിൽ മാത്രം നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിലേക്ക് ഞങ്ങളെ നടത്തേണമേ അല്ലാഹ്. അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അമ്പിയാക്കന്മാരുടെ മാർഗം. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊന്നും കേൾക്കുകയില്ലെന്നും കാണുകയില്ലെന്നും അറിയുകയില്ലെന്നും നാമാവശേഷമായി പോയി എന്നും വിശ്വസിക്കുന്നതാണോ നബിയുടെ മാർഗം? അല്ല. മേറാജിന്റെ രാവിൽ സകല അമ്പിയാക്കന്മാരോടും സന്നിഹിതരായി അവരുടെ സഹായ സഹകരണങ്ങളോട് 5 നേരം നിസ്കാരമെന്ന സമ്മാനവുമായി എത്തിച്ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അമ്പിയാക്കന്മാരുടെ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ അല്ലാഹ്.
മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, സുദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ. സുദ്ദീഖുകളുടെ നേതാവാരാണ്? സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. الصدق في الغار والصديق لم يرما وهم يقولون ما بالغار من أرمي. ആ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് ഗമിപ്പിക്കണമേ അല്ലാഹ്.